നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. വരനേ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ടേ. അവസരത്തോർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബാബുവിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ ഞങ്ങൾ കുടുംബമായും സഭയെക്കുള്ള അടുത്ത ബന്ധം പാലിച്ചിരുന്നവരാണ്. ദീർഘകാലമായി കർത്താവിനെ സേവിക്കുന്ന കുടുംബത്തോട് ചേർന്ന് അയ്യപ്പൻ കർത്താവ് ഇടയാക്കുകയാണെന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുമോൾ സിസ്റ്ററും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഭവനത്തിലെയാണ്. കഴിഞ്ഞ എത്രമാത്രം പ്രായാധിക്യത്തിൽ ഒരു വ്യക്തി മരിച്ചാലും വേദന ഉളവാക്കുന്ന വേർപാടാണുള്ളത്. എങ്കിലും ദൈവമക്കളെ സംബന്ധിച്ച് നമുക്കുള്ള പ്രത്യാശയും വലിയ ആകാംക്ഷയും നാം ഉടൻ പിരിഞ്ഞു പോവുകയല്ല. വീണ്ടും കാണാവുന്ന, ഒരുമിച്ച് കാണുന്ന ഒരു പ്രൊമോഷനിലേക്ക് യാത്രയാകുന്ന സന്തോഷം നമുക്ക് എപ്പോഴും ഉള്ളത് കൊണ്ടാണ് വേദനയും ദുഃഖമുണ്ടെങ്കിലും ശാന്തമായി ഇപ്പോൾ നമുക്ക് കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ ജീവിച്ച അനേക ഭക്തന്മാർ ഈ ലോകത്തോട് കർത്താവിൻ്റെ സമയത്ത് ഇവിടെ വന്നു. പ്രിയ ബാബു സഹോദരൻ കർത്താവ് തൻ്റെ സമയത്ത് വിളിച്ചു വേദനിച്ചു. അത് നമുക്ക് സന്തോഷിപ്പാനും കർത്താവ് നമ്മൾ കൊടുക്കുവാനും വഴിയുണ്ട്. വേദനയുടെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ബാബുച്ചായൻ തനിക്ക് ഈ ലോകത്തിലെ ദൈവം വെച്ചിരുന്ന ആയുസ് പൂർത്തിയാക്കി പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പ്രധാനവാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിക്കും, എന്നിലും വിശ്വസിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. നല്ലൊരു ആത്മീക പൈതൃകത്തിൽ കർത്താവിൻ്റെ ദാസൻ ജനിച്ചു. കർത്താവ് കൊടുത്ത ആയുസ് പ്രത്യാശയോടെ ജീവിച്ച് ഇപ്പോഴത്തെ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. അത് നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖത്തിൻ്റെ അവസരമാണെങ്കിലും ദൈവമക്കൾക്ക് മരണത്തിനപ്പുറമായ പ്രത്യാശ കർത്താവ് തൻ്റെ ഉയർത്തുന്നതിനാൽ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം ദാനമായി കൊടുത്ത പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കർത്താവിൻ്റെ പ്രിയ ദാസി, അവരെ എല്ലാവരെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും മിഷൻ ക്വാർട്ടേഴ്സ് കൂടി വരുന്ന ദൈവസഭയുടെ വിശേഷ കുവൈറ്റിലുള്ള എൻ്റെ മകളുടെയും പ്രിയ ബിനിയുടെയും മക്കളുടെയും ദുഃഖം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. കാണുവാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചു ചേർത്തു. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. അതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യാശ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവജനം കാത്തിരിക്കുന്നത്. ആ കാഹളധ്വനി എന്ന് കേൾക്കാം എന്നുള്ള പ്രത്യാശയോടെ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ആയിരിക്കുന്നുവെങ്കിലും രോഗവും പ്രയാസവും കഷ്ടതയും എല്ലാ ജീവിതത്തിലുണ്ടെങ്കിലും എന്നാൽ നിത്യതയുടെ തുറമുഖത്ത് ഇതൊന്നുമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത
തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇനി മരണമുണ്ടാകില്ല. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ആ വലിയ പ്രത്യാശ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് നൽകിയിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത്, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് അവന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഈ ദിനവത്വമുള്ളതായ ഈ ശരീരത്തിൽ നിന്ന് ഒരിക്കൽ അത് ദിനവത്വമില്ലാത്തതായ അദ്രവത്വത്തെ പ്രാപിക്കുന്ന, അദ്രവത്വത്തെ പ്രാപിക്കുന്ന മരണമില്ലാത്ത നിത്യമായ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ അത് ചേർക്കുമെന്നുള്ള പ്രത്യാശ ഇന്ന് പോലെക്കാല ദുഃഖത്തിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉള്ളത്. അവിടെ വെച്ച് ആവശ്യം കാണാമെന്നുള്ള, വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും ദൈവം പറയുന്നത് പോലെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവമായ കർത്താവിൻ്റെയും നമുക്ക് വേണ്ടതായ ആശ്വാസത്തിന്റെ വചനങ്ങൾ, പ്രത്യാശയുടെ വചനങ്ങൾ, ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾ കർത്താവിന്റെ ദാസന്മാരിലൂടെ നൽകി തന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഇന്ന് പുൽക്കാൽ പിന്നെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. മൂവാറ്റുപുഴ സെന്ററിലുള്ളതായ ദൈവദാസന്മാരുടെയും സഭകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ളതായ പെരുമാറിയുള്ളതായ എല്ലാ സഭകളുടെയും ദുഃഖവും പങ്കുവെച്ചുകൊണ്ട് ആശ്വാസവാക്കളെ അറിയിച്ചുകൊണ്ട് ജീവിച്ചിരിക്കും. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമാതി, ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമാതി, ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നു. പാപലോകത്തിൽ കിടന്ന് പാടുപെടുന്ന എപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതി, ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നു. നമ്മുടെ സമയമല്ലല്ലോ ദൈവത്തിന്റെ സമയം. അവസ്ഥ കുലപതത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തുവെന്ന് തിരുവത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് എല്ലാം നന്നായി ചെയ്യുവാൻ ഇടയായി തീർന്നു. അവസാന സമയങ്ങളെല്ലാം പലപ്പോഴും ശാരീരിക അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന സമയത്ത് ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനെല്ലാം സർവശക്തനായ കർത്താവ് ഇടയായി തീർന്നു. ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മിക്കവാറും അളിയൻ ഇവിടെയാണ് കസേരയിട്ടിരിക്കാറ്. അളിയാതെ വിളിച്ച വിളി കേൾക്കും. എന്നോട് ചോദിക്കുക ആരാന്ന് ചോദിച്ച ഓർമ്മയുടെ അല്പമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയുക, പറ്റിയില്ലെങ്കിലും നമ്പർ 2, അതായത് രണ്ടാമത്തെ അളിയനാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഭവനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ ഭവനത്തെയാണ്. അതിലാദ്യത്തെ വ്യക്തി വാത്സല്യ അളിയനാണ്. സ്തോത്രം. ഇനിയെന്ന് അളിയനെന്ന് വിളിക്കുക. ഭൂമിയിൽ വാത്സല്യടിയൻ ഇല്ലെങ്കിലും സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിന്റെ കരത്തിൽ കർത്താവ് കുടുംബങ്ങളെ ഞങ്ങളെല്ലാം വഹിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കുടുംബ തലമുറകളെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അതിലുപരിയായി ഒത്തിരി അനുഗ്രഹങ്ങൾ നന്മകളെല്ലാം വത്സലടിയനോട് വിശേഷ ഈ തെങ്ങുകാല കുടുംബത്തിലൂടെ എല്ലാം ലഭിക്കാൻ ഇടയായി തീർന്നു. അതൊന്നും ഞാൻ മരണകളെന്നിട്ട് രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഞങ്ങളെ ഓർക്കുവാനും എല്ലാം സർവശക്തനായ കർത്താവ് ധാരാളമായി സഹായിച്ചു. സ്തോത്രം. നമ്മുടെ പ്രത്യാശ ഇവിടെ അവസാനിക്കുന്നതല്ല.
സ്തോത്രം. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ മരണത്തിനപ്പുറത്ത് ഒരു നല്ല ജീവിതം, പ്രത്യാശയുള്ളൊരു ജീവിതം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ സർവശക്തനായ കർത്താവ് ധാരാളമായി സഹായിക്കുവാനാകട്ടെ. നല്ല ഭർത്താവായി ചേച്ചിയോടുകൂടെ ഇരുന്ന് നല്ല പപ്പയായി വാത്സല്യ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെല്ലാം വഴി നടത്തുവാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കലും കൂടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ. സ്തോത്രം. പാസ്റ്റർ ബാബു മോസസ്, പാസ്റ്റർ സി എം പൈരി അവർ മുൻപോട്ട് കടന്നു വന്ന് ആശ്വാസവചനങ്ങൾ ഓർത്തു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ദൈവത്തിലായിരിക്കുന്ന ദേവദാസന്മാരെ എല്ലാവർക്കും വിഷ്ണുവിൻ്റെ നാമത്തിൽ സ്നേഹമുണ്ട്. മരണം എപ്പോഴും ദുഃഖകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവമക്കൾക്ക് വലിയ ഒരു പ്രത്യാശ ദൈവം നൽകിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നാലെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട കുടുംബം ഞങ്ങളോട് കൂടെ തൃശ്ശൂരിൽ ആരാധിക്കുന്നുണ്ട്. ആ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് പ്രിയ പിതാവിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞ് നിങ്ങളുടെ അനുശോചനവും പ്രത്യാശാവാക്കുകളും നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിൽ നമ്മുടെ ജീവിതം അല്പമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാനും ഭയത്തോടും ഭക്തിയോടും ജീവിപ്പാനും ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സകല ബുദ്ധിയെങ്കിലും ദൈവസമാധാനത്താൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും പ്രത്യാശയുടെ തീരത്ത് വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യദാസി, പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ സഹോദരങ്ങൾ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. വാത്സല്യ ബാബുച്ചാനുമായിട്ടുള്ളതായ ആത്മീയ ബന്ധം എന്ന് പറയുന്നത് 1974 മുതൽ ഈ വാത്സല്യ ഭവനമായിട്ട് എനിക്ക് ആത്മീയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് നിത്യതയിലായിരിക്കുന്ന VK ചാക്കോച്ചൻ പാസ്റ്റർ കുടുംബം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായ 3 വ്യക്തികളെ എനിക്ക് ഓർക്കാൻ കഴിയുന്നു. അതിലൊന്ന് VK ചാക്കോച്ചൻ, ഒന്ന് VK ഔറാച്ചൻ പാസ്റ്റർ, VK ദാനിയേൽ. ഇവർ 3 പേരും നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. VK ചാക്കോച്ചൻ പാസ്റ്റർ 1974 തൻ്റെ ശരീരത്തിലൊരു രോഗ അവസ്ഥയിൽ അന്ന് ശുശ്രൂഷിക്കുവാനുള്ളതായ ചില ആഴ്ചകൾ പ്രിയ പിതാവിനോട് ചേർന്ന് ശുശ്രൂഷിക്കാനുള്ളതായ ഒരു സാവകാശം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനും എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ തൻ്റെ മൂത്ത മകനായിരിക്കുന്ന ഭാവിച്ചാൻ എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ നാമത്തെയും ദൈവദാസന്മാരെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനുള്ളതായ ഒരു വാത്സല്യ കുടുംബമായിരുന്നു. പ്രിയ നിനദാസൻ 68 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് താൻ പ്രിയമിച്ചതായ കർത്താവിൻ്റെ ശനിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ നാളുകളിൽ അവരുടെ മക്കളായിരിക്കുന്ന മിനിയും ലിനിയും അവരുടെ കുഞ്ഞുങ്ങളെ ദൈവോധനം പഠിപ്പിച്ച് ആ 2 പേരെയും സ്നാനപ്പെടുത്തി അവരിന്ന് മൂത്ത മകളായിരിക്കുന്ന മിനി കർത്താവിൻ്റെ വേലയിൽ, അവരുടെ കൊച്ചുമകള് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനത്തിൽ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 116 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഒരാളും ഭക്തനായി ജനിക്കുന്നില്ല, എന്നാൽ ജനിക്കുന്നത് അവൻ പാപത്താൽ ജനിച്ച് ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ച് ഭക്തനായി
ജീവിക്കുവാനുള്ളതായ സാവകാശം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപവഴികളെ വിട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ദൈവവചന പ്രകാരം ജീവിക്കുന്നതായ ഒരു ദൈവവൈതലിന് അവൻ ഈ ലോകത്തിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഉള്ളതായ കാലയളവിൽ ഭക്തനായി ജീവിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് വാച്ചാന്യ അവരുടെ സഹോദരങ്ങളൊന്നും വലിയ പരിചയമില്ല. എനിക്ക് പരിചയമുള്ളത് ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്ന കൊച്ചുട്ടി പാഷ് എന്നാണ്. വി കെ ചാക്കോ എന്നല്ല അധികം ഞങ്ങളറിയാം. കൊച്ചുട്ടി പാഷ് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ കൂട്ടാലെ പടിഞ്ഞാറെ കൂടി വന്ന ശിശുശ്രീ ഞങ്ങളുടെ വീടുകൾക്ക് വന്ന് ശിശുന്ന ചെറിയ ഓർമ്മകൾ എനിക്കുണ്ട്. ആ കർത്തദാസൻ്റെ മക്കൾ അദ്ദേഹം ദൈവത്തിന് വേണ്ടി പ്രീതിവാഷം അതേപോലെ കത്താവ് നിർഭരമായി മക്കളെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൾ റീനയെ ഇവിടെയുള്ള മകൻ ബിനു വിവാഹം കഴിച്ചു. അന്ന് ആ സമയത്ത് ആ വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്തും ആലോചന സമയത്തും 2 പ്രാവശ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കടന്നു വരുന്നത്. കഥാനദാസന് പ്രത്യാശിച്ച് കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന് നല്ലൊരു യാത്രയിൽ കൊടുപ്പാനക്കണമെന്ന് ഭക്തന്മാരായ കർത്തൃദാസന്മാരെ വിശ്വാസികളെ ഇവിടെ വന്നിരിക്കുന്നത്. തൻ്റെ വലിയപ്പച്ചൻ ചെയ്ത നല്ല മാതൃക മക്കളും ഒരു കൊച്ചുമക്കളും അനുഭവിപ്പാനക്കണം, അനുകരിപ്പാനക്കണം. കർത്താവ് ഇടയാക്കട്ടെ. ശോഭയുള്ളൊരു നാടുണ്ട് കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഗീതം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിന ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമാ മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കലിൻ ആത്മാവിനാ യാ
യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോ, ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട്, നിത്യ വീടൊന്നുണ്ടവിടെയെത്തി, കർത്തനോടുകൂടെ വിശ്രമിക്കും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. അവരുടെ സഭ, നല്ലവരായ നാട്ടുകാർ എല്ലാവരും നൽകുന്ന ഈ അവസാന യാത്രയിൽ ഉപയോഗത്തിൽ എനിക്കും കടന്നു വന്ന് ഒരു വാക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബാബുച്ചായൻ എന്ന് നമ്മൾ വിളിക്കുന്ന ബാബു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ, എൻ്റെ ഭാര്യ സഹോദരിയുടെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ബന്ധം കൂടി ഞങ്ങൾക്കുണ്ട്. എന്നാൽ മരണം എല്ലാവർക്കും ദുഃഖമാണെങ്കിലും വലിയൊരു പ്രത്യാശയുടെ മധ്യത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. പ്രിയ ബാബുച്ചായനെ കുറിച്ച് നമുക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ ജീവിതകാലങ്ങളിൽ കർത്താവിനെ സേവിച്ച് വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവ് കൃപ നൽകി. ഒരു നല്ല അവസാനം ദൈവദാനമായി നൽകി. എന്നാൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് കടന്നു.
പ്രിയപ്പെട്ട ബാബുച്ചാൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ തനിക്കിന് ദുഃഖമില്ല, കണ്ണുനീരില്ല, നുറുപടിയില്ല, ഒന്നുമില്ല. അവിടെ ആശ്വാസത്തോടായിരിക്കുമ്പോൾ നമ്മളോട് അല്പം ദുഃഖത്തിലായിരിക്കുന്നവരും ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. 1979 ഞാൻ ഈ ഭവനവുമായി ബന്ധപ്പെടുവാൻ ഇടയായി തീർന്നത്. പി.കെ. അബ്രഹാമിൻ്റെ സഹായിയായി തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് മുതൽ കർത്താവ് ഒരുക്കിയ നല്ല കൂട്ടായ്മകൾക്കായി, നല്ല ഓർമ്മകൾക്കായി ഇന്ന് പലകാലം കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ശ്രീ ബാബുജാനുമായി വളരെ അടുത്ത് ബന്ധപ്പെടുവാൻ ഈ സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിലും കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ഭവനത്തിൽ കിടന്ന് ക്ഷീണനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വന്നത്. അദ്ദേഹം ഈ സിറ്റൗട്ടിലുണ്ട്. അമ്മാമ്മനോട് പറഞ്ഞു, പാസ്റ്ററെ അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. അടുത്ത് വന്ന പേരൊക്കെ പറഞ്ഞപ്പം എൻ്റെ പേരൊക്കെ നന്നായി മനസ്സിലായി. എല്ലാ കാര്യങ്ങളും